ഞാൻ പറയുന്നത് പോലെ അമ്മ അങ്ങോട്ട് ചെയ്യണം. ബാക്കി ഞാൻ ചെയ്തോളാം. അയ്യോ, ഇത് കൊള്ളാലോടി മോളെ. അപ്പോ എനിക്ക് 5 ലക്ഷം രൂപ കിട്ടുമോ? അമ്മ ഒന്ന് ചെല്ല്. 5 ലക്ഷം രൂപയുടെ ഒരു ലോട്ടറി അമ്മയ്ക്ക് അടിച്ചു എന്ന് എന്നെ കരുതിക്കും. ഞാൻ പറഞ്ഞതുപോലെ കാര്യങ്ങൾ ചെയ്തോ, കൃത്യസമയത്ത് ബാക്കി നടന്നോളൂ. ശരി മോളെ. അപ്പോ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പരിപാടി തുടങ്ങിയാൽ മതിയല്ലോ. അത് മതി. ഒന്ന് വെയിറ്റ് ചെയ്യ്. ഓക്കെ മോളെ, വെക്കട്ടെ. 5 ലക്ഷം രൂപ. ഓ, ഞാൻ അതും കൊണ്ട് ആഘോഷിക്കും. ഏട്ടാ, പതുക്കെ കാലെടുത്ത് വെച്ചു. അവിടെ ഇരിക്കാം. സൂക്ഷിച്ചു പതുക്കെ. നീ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഇനി നിന്റെ പുന്നാര മോനെ കൂടി വിളിച്ചു വരുത്ത്. നിഖിലേ, എടാ നിഖിലേ, ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട്. എന്താ എടുത്തി? എന്തിനാ അവനെ വിളിക്കുന്നത്? അവൻ വരട്ടെ, എന്നിട്ട് ബാക്കി പറയാം. നിനക്ക് എന്താ പറയാനുള്ളത് പറയ്, അല്ലെ വേറെ പണി നോക്കിപ്പോ. അങ്ങനെ പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം പണം നഷ്ടമായിരിക്കുന്നത് എനിക്കാ. പണം നഷ്ടമായെന്നോ? എവിടുന്ന്? ഞാൻ ഊറ്റി സ്വരുക്കുട്ടി ഉണ്ടാക്കിയെടുത്ത 2 ലക്ഷം രൂപയാ ഇപ്പൊ കാണാതായിരിക്കുന്നത്. 2 ലക്ഷം രൂപയോ? എന്താ, ജീവിതത്തിൽ ആദ്യമായിട്ടാണോ 2 ലക്ഷം എന്ന് കേൾക്കുന്നത്? എന്റെ അലമാരയില് ഞാൻ ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ചിരുന്ന 2 ലക്ഷം രൂപ ഇപ്പൊ കാണാനില്ല. അതെവിടെ പോയെന്ന് എനിക്കറിയണം. അതിവിടെ ആരോ എടുത്തുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാ. ദേ നോക്ക്, ഇവിടെ നമ്മൾ 4 പേരും അല്ലാതെ വേറെ ആരുമില്ല. ഇങ്ങേർക്കാണെങ്കിൽ എഴുന്നേറ്റ് നടക്കാനുള്ള ആവതുമില്ല. എടുത്തത് ആരാന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാൻ ചെയ്യാം. മര്യാദയ്ക്ക് എനിക്ക് ആ പൈസ തിരിച്ചു കൊണ്ട് തന്ന ഈ പ്രശ്നം ഇവിടെ അവസാനിക്കും. അതിന് നിന്റെ എവിടുന്ന 2 ലക്ഷം രൂപ? 24 മണിക്കൂർ 5 പൈസ ഇല്ലാന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുന്ന നിനക്ക് ഇത്രയും പൈസ എവിടുന്ന് കിട്ടി? ഞാനേ വയറ് മുറുക്കി ഉടുത്തും പട്ടിണി കിടന്നും കൂട്ടി കൂട്ടി വെച്ച് മാസാമാസം ചിട്ടി അടച്ചു ഉണ്ടാക്കി എടുത്തു വെച്ച പൈസ അത് നഷ്ടപ്പെടുത്താനേ എനിക്ക് പറ്റൂല. ഏട്ടത്തിക്ക് ചിട്ടിയുള്ള കാര്യമൊന്നും എനിക്കറിയില്ലല്ലോ. നിന്നോട് പറഞ്ഞിട്ട് വേണോ എനിക്ക് ചിട്ടി ചേരാൻ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എടുത്തോണ്ട് പോയ പൈസ മര്യാദയ്ക്ക് തിരിച്ചു തരുന്നതായിരിക്കും നല്ലത്. അമ്മായി ഉദ്ദേശിക്കുന്നത് ഞങ്ങളെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായെങ്കിൽ ആ 2 ലക്ഷം പോയി എടുത്തോണ്ട് വാ. എന്തിനാ അത് പിന്നെ ഒളിപ്പിച്ചു വെച്ചേക്കുന്നത്? അമ്മായിയുടെ പൈസ ഇവിടെ ആരും എടുത്തിട്ടില്ല. വെച്ചെടുത്ത് തന്നെ പോയി നോക്ക്, അല്ലെങ്കിൽ പോലീസിൽ കൊണ്ട് പരാതി കൊടുക്ക്. ആ പണം എടുത്തത് ആരാന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അതിപ്പോ എവിടെ ഇരിപ്പുണ്ടെന്നും അറിയാം. നീ എന്തൊക്കെയാണ് ഈ വിളിച്ചു പറയുന്നത്? കള്ളം പറയുന്നതിന് ഒരു പരിധിയുണ്ട് കേട്ടോ. കള്ളമാണോ സത്യമാണെന്നൊക്കെ ഇപ്പൊ അറിയാലോ. സത്യം പറയിപ്പിക്കുന്നതിനും മോഷ്ടിച്ച പണം കണ്ടെടുക്കുന്നതിനുമുള്ള ഏർപ്പാടുകൾ നേരത്തെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്താന്ന് വെച്ചാ ബാക്കി അവര് വന്ന് ചെയ്തോളും. ഈ രേണുക എന്ന് പറയുന്ന ആരാ? ഞാനാ സാറേ. ഇവിടെ ഒരു മോഷണം നടന്നെന്ന് വിളിച്ചു പറഞ്ഞിരുന്നു. എന്താ സംഭവം? സാറേ, ഞാൻ ചിട്ടി പിടിച്ചുണ്ടാക്കിയ ഒരു 2 ലക്ഷം രൂപ അലമാരയിൽ സൂക്ഷിച്ചിരുന്നു. അതിപ്പോ കാണുന്നില്ല. നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? സംശയമല്ല സാറേ, ആ പൈസ എടുത്തത് ആരാന്ന് എനിക്കറിയാം. എന്റെ അലമാര തുറന്ന് പൈസ എടുക്കുന്നതും അത് വേറൊരിടത്ത് കൊണ്ടുപോയി ഒളിപ്പിച്ചു വെക്കുന്നതും ഞാൻ കണ്ടതാ. ആരാ എടുത്തത്? അത് പറ നിങ്ങള്. ദേ, ഒന്നും അറിയാത്ത പോലെ ഇവൻ നിക്കുന്ന കണ്ടില്ലേ? ഇവനാ സാറേ എന്റെ പൈസ എടുത്തത്. എന്താ എടുത്തി ഇത്? വെറുതെ എന്തിനാ എന്റെ മോനെ കള്ളനാക്കുന്നേ? രേണുകെ, വൈരാഗ്യം തീർക്കാൻ വേണ്ടി ഓരോന്ന് പറഞ്ഞുണ്ടാക്കരുത് കേട്ടോ. ഞാൻ വൈരാഗ്യം തീർത്തതൊന്നുമല്ല, ആ പണി ചെയ്തത് ഇവനാ. എന്തോ ഏജൻസി തുടങ്ങാനായിട്ട് 2 ലക്ഷം രൂപ വേണമെന്നും പറഞ്ഞ് എന്റെ മാല പണയം വെക്കാൻ ചോദിച്ചിരുന്നു. എന്റെ കെട്ടുതാലി ഇറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ അതിന്റെ ദേഷ്യം തീർത്തതാ. പോരാത്തതിന് പണത്തിന്റെ ആവശ്യമുണ്ടല്ലോ. താൻ ഇവരുടെ പണം എടുത്തോ? ഇല്ല സാറേ, അമ്മായിയുടെ കയ്യില് പൈസ ഉണ്ടെന്ന് പോലും എനിക്കറിയില്ല. അവൻ അങ്ങനൊന്നും ചെയ്യില്ല സാറേ. അവൻ പാവോ. പൈസ ഇല്ലാത്തോണ്ട് ബിസിനസ് നടത്തണ്ടെന്ന് തീരുമാനിച്ചത് അവൻ. ഇയാൾ തന്നെയാ പൈസ എടുത്തെന്ന് ഉറപ്പാണോ? എനിക്ക് ഉറപ്പാ സാറേ. ആ പൈസ എവിടെ ഇരിപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ?